PV Anwar MLA-ക്കെതിരെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്. നിലമ്പൂരിലെ പരിപാടിയിൽ അൻവറിന്റെ കാറ് വഴി തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് വനപാലകരുടെ പരാതി. മാത്രമല്ല, വനം കയ്യേറ്റം തടയുന്നതിനെ കുറ്റപ്പെടുത്തുന്നതും വെല്ലുവിളിക്കുന്നതുമൊക്കെ ശരിയായ നിലപാടല്ലെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ MLA-ക്കെതിരെ നിലപാടെടുക്കുന്നു. വിനേഷ് കുമാർ അതിന് വിവരങ്ങൾ നൽകും. വിനേഷ്, എന്താണ് ഈ വനപാലകരുടെ പരാതിയിൽ പ്രധാനമായുമുള്ളത്? കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷനാണ് ഇത് സംബന്ധിച്ചുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് PV അൻവർ MLA-യുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെ പറയുന്നു. ഒപ്പം തന്നെ ഭീഷണിയും ഉണ്ടായിട്ടുണ്ട്. അതായത് MLA-യുടെ കാർ ഇവിടേക്ക്, അതായത് ഈ പരിപാടി കഴിഞ്ഞ ദിവസം പരിപാടി നടന്ന വനംവകുപ്പിന്റെ നിലമ്പൂരിലുള്ള വനംവകുപ്പ് ഓഫീസിനോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് അൻവറിന്റെ കാർ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിർത്തിയത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. വാഹനം 2 തവണ അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വാഹനം മാറ്റിയിടണമെന്ന് അൻവറിന്റെ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഡ്രൈവർ മാറ്റിയിടാൻ തയ്യാറായില്ല. വേണ്ടി വന്നാൽ സ്റ്റേജിൽ ഇടിച്ചു കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. തുടർന്ന് പരിപാടി കഴിഞ്ഞിറങ്ങിയ MLA-യുടെ ഡ്രൈവർ പരാതി പറഞ്ഞു. നിജസ്ഥിതി പോലും മനസ്സിലാക്കാതെ ഇത് സംബന്ധിച്ച് MLA തട്ടിക്കയറുകയാണ് ഉണ്ടായത് എന്നും ഈ ഇതിൽ പറയുന്നുണ്ട്. അതായത് ഈ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ഇറക്കിയ റിലീസിൽ പറയുന്നുണ്ട്. റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകളെ ഓഫീസിലെത്തി, വനംവകുപ്പിന്റെ ഓഫീസിലെത്തി അൻവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പരിപാടി നടന്ന വേദിയിൽ MLA മന്ത്രിക്കുൾപ്പെടെ വകുപ്പിനും ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ വനം മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത് സംബന്ധിച്ച് അൻവറിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും വനം കയ്യേറ്റം ഉൾപ്പെടെ തടയുന്നതിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഒപ്പം തന്നെ കുറ്റപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ MLA ചെയ്യുന്നത്. ഇത് ശരിയായ നടപടിയല്ല, ഒരു MLA-ക്ക് ചേർന്നതല്ല. ഏതെങ്കിലും തരത്തിൽ MLA-ക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിലവിലെ നിയമനിർമ്മാണ സഭയിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായ MLA-ക്ക് വേണമെങ്കിൽ ഇതിലെ നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും അല്ല ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള ഇവരുടെ ഈ സ്റ്റാഫ് അസോസിയേഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അൻവർ കാർ തടസ്സപ്പെടുത്തിയ വിഷയത്തിൽ ഒപ്പം വനം കയ്യേറ്റം തടയുന്നതിനെ കുറ്റപ്പെടുത്തുക, ഇത്തരം നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ് അവിടെ വനപാലകരുടെ സംഘടന.